നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ജാവ പ്രോഗ്രാമിൻ്റെ കേസിൽ നമുക്ക് രണ്ട് രീതിയിലാണ് മെത്തേഡ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മെയിൻ മെത്തേഡ്സിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ടൈപ്പ്, അതായത് എന്താണ് ഞാൻ കൊടുക്കുന്ന മെത്തേഡ് നെയിം, അതിൻ്റെ അകത്ത് ഞാനിവിടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരാമീറ്റർ ലിസ്റ്റ് കൊടുക്കും, പിന്നെ ആ മെത്തേഡിൻ്റെ കണ്ടീഷൻസും കൊടുക്കും. ഇപ്പോൾ നമുക്ക് പറഞ്ഞ രണ്ട് രീതിയിലാണ് നമ്മൾ മെത്തേഡ്സ് ജാവ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആക്കി വെക്കും. വോയിഡ് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താ, നൾ വാല്യൂസ് ആണ്. അപ്പം നമുക്ക് വാല്യൂസ് ഒന്നും നമ്മൾ റിട്ടേൺ ചെയ്യില്ല, അതാണ് വോയിഡ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇപ്പോൾ ഇൻറ്റിജർ ആകാം, ഫ്ലോട്ട് ആകാം, ഡബിൾ ആകാം, വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെത്തേഡ് വാല്യൂ എന്തായിരിക്കണം, റിട്ടേൺഡ് ആയിരിക്കണം. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, മെത്തേഡ്സിന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ സിൻടാക്സ് റിട്ടേൺ വാല്യൂ, എന്ത് വാല്യൂ ആണോ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സി പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് റിട്ടേൺ 0, റിട്ടേൺ 1 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബോക്സ് എന്ന് പറയുന്ന എൻ്റെ ക്ലാസ് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടത് ജസ്റ്റ് ആ ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ജസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് വേരിയബിൾസ് മാത്രമായിരുന്നു ഡിക്ലറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഞാനിവിടെ എന്തും കൂടി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഒരു വോളിയം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വോളിയം എന്ന് പറയുന്ന മെത്തേഡ് ഞാനിവിടെ ഫോം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാനിവിടെ വോയിഡ് ആക്കിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പാരാമീറ്റേഴ്സ് ഒന്നും ഞാൻ പാസ് ചെയ്തിട്ടില്ല, കാരണം ഡിഫോൾട്ടായിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ വോളിയം പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വോളിയം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഫോം ചെയ്യുന്നത് എവിടെയാണ്, എൻ്റെ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്താണ്. അപ്പോൾ ബോക്സ് എന്ന് പറയുന്ന എൻ്റെ ഒബ്ജക്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഡെപ്ത് ഉണ്ട്, വോളിയം ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ് എന്തെന്ന് എൻ്റെ ബോക്സ് എന്ന് പറയുന്ന എൻ്റെ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മെയിൻ ക്ലാസ് കൊടുത്തു. മെയിൻ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കൊടുക്കുന്ന അടുത്ത പരിപാടി എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ വിളിക്കും, പിന്നെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്. ഇവിടെ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ട പോലെ തന്നെ നമ്മൾ 2 ഒബ്ജക്റ്റ് ക്ലാസ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. മൈ ബോക്സ് 1 ഉണ്ട്, മൈ ബോക്സ് 2 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ബോക്സിൻ്റെ 2 ബോക്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യണ സമയത്ത് എൻ്റെ ബോക്സ് പോലെ തന്നെ ഞാനിവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്, മൈ ബോക്സ് 1 എന്നും ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ ബോക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈ ബോക്സ് 1ൻ്റെ അകത്ത് ഇപ്പോൾ ഡിഫോൾട്ടായിട്ടാണ് വാല്യൂ സെറ്റ് ചെയ്തേക്കണോണ്ട് വാല്യൂസ് ഒന്നും ഞാനിവിടെ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ സോ ഇനി ഞാനിവിടെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുക. വിഡ്ത്തിന് 10, ഹൈറ്റിന് 20, ഡെപ്തിന് 15 കൊടുത്തു ഞാൻ മൈ ബോക്സ് 1ൻ്റെ അകത്ത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വിഡ്ത്തിനും ഹൈറ്റിനും ഡെപ്തിനും ഇവിടെ എന്ത് വന്നു, ഓരോ വാല്യൂസ് അവിടെ അസൈൻ ചെയ്ത് വന്നു. അതുപോലെ തന്നെ മൈ ബോക്സ് 2ൽ ഞാൻ എന്ത് ചെയ്തു, വാല്യൂസ് കൊടുത്ത് അസൈൻ ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഫസ്റ്റ് ബോക്സിൻ്റെ വോളിയം എനിക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ബോക്സിൻ്റെ വോളിയം പ്രിൻ്റ് ചെയ്യണത് എനിക്കറിയാം. ഫസ്റ്റ് ബോക്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ പേരെന്തായിരുന്നു, മൈ ബോക്സ് 1. അപ്പം നമ്മളിവിടെ പറഞ്ഞായിരുന്നു റിട്ടേൺ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ വോളിയം എന്ന് പറയുന്ന മെത്തേഡ് ക്രിയേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് നൾ വാല്യൂ ആയിട്ടാണ്. ഡാറ്റ ടൈപ്പ് വോയിഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ റിട്ടേൺ ടൈപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് എന്താൽ മതി, ആ വോളിയത്തിന് എനിക്ക് കോൾ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ കോൾ ചെയ്യേണ്ട, ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്ലാസ് എന്തായിരുന്നു, മൈ ബോക്സ് 1 ആണ്. അപ്പോൾ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങടേക്ക് പോകും, എൻ്റെ പ്രോഗ്രാമിൽ എൻ്റെ വോളിയം എന്ന് പറഞ്ഞ് കിടക്കുന്ന എൻ്റെ മെത്തേഡിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ മൈ ബോക്സ് 2 ഡോട്ട് വോളിയം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ വോളിയം എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം നമുക്ക് എന്ത് കിട്ടും, 2 ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെയും വോളിയം നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ മെത്തേഡ് ടൈപ്പ് നമ്മൾ നള്ളാക്കി വെച്ചിട്ടുണ്ടെങ്കിലുള്ള രീതി, അതായത് വോയിഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നത് മെത്തേഡ് ടൈപ്പ് നമ്മളിവിടെ റിട്ടേൺ ആയിട്ട് വെച്ചു. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻ്റെ മെത്തേഡ് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ക്ലാസ് ബോക്സ് ഞാൻ ഫോം ചെയ്തു. അതിൻ്റെ അകത്ത് വിഡ്ത്തും ഹൈറ്റും ഡെപ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേരിയബിൾസ് ഞാൻ
ഡിക്ലെയർ ചെയ്ത് വെച്ചു. പിന്നെ ഒരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. മെത്തേഡിൻ്റെ ഡാറ്റ ടൈപ്പിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഡബിൾ ആണ്. ദാറ്റ് മീൻസ് വാല്യൂ അവിടെ റിട്ടേൺഡ് ആയി. അതായത് വോയിഡ് അല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്, ഡബിൾ ആയതുകൊണ്ട് അവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? റിട്ടേൺ വാല്യൂ ആണ്. ഇവിടുത്തെ വാല്യൂ എന്താണ്? വോളിയത്തിൻ്റെ ഫൈനൽ ഓപ്പറേഷൻ ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ വോളിയത്തിൻ്റെ ചെയ്യണത് എങ്ങനെയാണ്? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മെയിൻ ക്ലാസ് കൊടുക്കുക, മെയിൻ ഫംഗ്ഷൻ കൊടുക്കുക, ഒബ്ജക്റ്റ് ക്രിയേഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുക്കുക. രണ്ട് ക്ലാസ്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വോൾ എന്ന അതായത് എനിക്ക് വോളിയം എന്ന് പറയുന്ന ഒരു ഡാറ്റ ഞാൻ എവിടത്തേക്കെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വോൾ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് ഞാൻ ഫസ്റ്റ് വോളിയത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താ mybox1.volume എന്ന് പറഞ്ഞിട്ട് വോളിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈ വോളാണ് ഞാനിവിടെ എന്ത് ചെയ്യണത്? പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ അങ്ങനെ ഉണ്ടായില്ല. ആദ്യത്തെ കേസിൽ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ ഞാനിവിടെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു? ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത് എൻ്റെ മെയിൻ ക്ലാസ്സിൻ്റെ അകത്താണ്. അതുപോലെ രണ്ടാമത്തെ വോളിയത്തിൻ്റെ ക്രിയേറ്റ് ചെയ്യുക, രണ്ടാമത്തെ വോളിയം എന്ത് ചെയ്യുക? പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് കിട്ടിയിരിക്കുന്ന സെയിം റിസൾട്ടൻറ്റ് സെറ്റ് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്? ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് എന്തെന്ന്? ഒരു മെത്തേഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്.